നമസ്കാരം. അൽബനി വീഡിയോയുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി, പ്രോത്സാഹനങ്ങൾക്കും എല്ലാം നന്ദി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഈ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ ആഴ്ചയിൽ 2 വീഡിയോ വീതമാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 വീഡിയോ വീതം പോസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലേ ഇത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയാറ്റിക്ക എന്ന് പറയുന്ന കണ്ടീഷനാണ്. സയാറ്റിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവേദന തന്നെയാണ്. ഞാൻ പറഞ്ഞു, നടുവേദന നമ്മൾ നേരത്തെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നടുവേദന ചെയ്തിട്ടുണ്ട്. അല്ലാതെ പല കാരണങ്ങൾ കൊണ്ട് നടുവേദന ഉണ്ടാവും. ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയാറ്റിക്ക എന്ന് പറയുന്ന കണ്ടീഷൻ. സയാറ്റിക് എന്ന് പറയുന്ന ഒരു നെർവാണ്. അപ്പോൾ ഈ നെർവിന്, അതായത് പെയിൻ എലോങ് ദ നെർ റൂട്ട്, ഈ നെർവ് പോകുന്ന വഴിയിലെല്ലാം തന്നെ വേദന ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കശേരുക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള കശേരുക്കൾ സർവൈക്കൽ എന്ന് പറയും. നമ്മുടെ കഴുത്ത് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് നമ്മൾ തൊറാസിക് എന്ന് പറയും. താഴെ വരുന്ന ഭാഗത്തിന് നമ്മൾ ലംബാർ എന്ന് പറയും. അപ്പോൾ ഈ ലംബാർ ഏരിയയിൽ L4, L5, L5S1 എന്ന് പറയുന്ന ഈ കശേരുക്കളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു കംപ്രഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, ഡിസ്കിന് എന്തെങ്കിലും ഒരു ബൾജിങ് വന്നു കഴിഞ്ഞാൽ അതിനിടയിൽ കൂടി പോകുന്ന ഈ ഞരമ്പ്, അതായത് സയാറ്റിക് എന്ന് പറയുന്ന ഈ നെർവിന് കംപ്രഷൻ ഉണ്ടാകും. അപ്പോൾ ഈ നെർവിന് കംപ്രഷൻ ഉണ്ടാകുമ്പോൾ ഈ നെർവ് പോകുന്ന വഴിയെ എല്ലാം തന്നെ ഈ വേദന ഉണ്ടാവും. അതിനാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത് കണ്ടീഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കറക്റ്റ് ഈ വേദന വരുന്ന ബാക്ക് ഓഫ് തൈസിലൂടെ ആയിരിക്കും. കറക്റ്റ് ബാക്ക് ഓഫ് തൈസിലൂടെ വന്നിട്ട് നമ്മുടെ മുട്ട് വരെ സാധാരണ നല്ല വേദന ഉണ്ടാകും. നമ്മുടെ തുടയുടെ പുറകിലൂടെ ഈ വേദന പോയിട്ട് നമ്മുടെ മുട്ട് വരെ വരുന്ന ഒരു കണ്ടീഷനാണെന്ന് പറഞ്ഞാൽ സയാറ്റിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സയാറ്റിക്ക ആണോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? സാധാരണ ഇത് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു MRI എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ നെർ റൂട്ട് കംപ്രഷൻ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്. അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഇതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ഒരു സ്പെഷ്യൽ ടെസ്റ്റൂടെ ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് അക്യൂട്ട് സ്റ്റേജും ഉണ്ട്, ക്രോണിക് സ്റ്റേജും ഉണ്ട്. അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദന തുടങ്ങി ഒരു 6 ആഴ്ചക്കാലം ഈ വേദന നിൽക്കുന്നതിനാണ് അക്യൂട്ട്. അത് കഴിഞ്ഞും ഈ വേദന അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ക്രോണിക് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക്, അത് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് അത് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇത് സയാറ്റിക്ക തന്നെയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ഇതിന് ചെയ്യുന്നത്, അല്ല ഒരു സ്പെഷ്യൽ ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഡെമോ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇരിക്കുന്നത്, അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി റിവോൾവിംഗ് ചെയറിൽ ഇരിക്കുന്നത്, അല്ലാണ്ട് നിങ്ങൾ സാധാരണ ഒരു കട്ടിലിലോ അല്ലെങ്കിൽ ആംറസ്റ്റ് ഇല്ലാത്ത ഒരു ചെയറിലോ നിങ്ങളിരുന്ന ശേഷം ഒരു അല്പം ഇറങ്ങിയിരിക്കുക. നമ്മുടെ കാല് നിലത്ത് ടച്ച് ചെയ്യത്തക്ക രീതിയിലായിരിക്കണം നിങ്ങളിരിക്കേണ്ടത്. എന്നിട്ട് നിങ്ങളുടെ ഏത് ഭാഗത്താണോ വേദന, അതായത് വലത് കാലിൽ കൂടി ഈ വേദന വരാം, ഇടത് കാലിൽ കൂടി വേദന വരാം. വലത് കാലിലാണ് വേദനയെങ്കിൽ ആ കാല് നമ്മൾ നേരെ കാലിങ്ങനെ വെക്കുന്ന പോലെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച ശേഷം ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് താഴേക്കൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തൂടെ അസഹനീയമായ വേദന നമ്മുടെ തുടയുടെ അടിയിലൂടെ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് സയാറ്റിക്ക ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇടതുവശത്തൂടെയാണ് വേദനയെങ്കിൽ ഇടത് കാലം നമ്മൾ നേരെ കയറ്റി വെക്കുക. അത് കഴിഞ്ഞ് സെയിം ഇവിടെ പ്രഷർ കൊടുക്കുക. പ്രഷർ കൊടുക്കുമ്പോൾ തന്നെ അസഹനീയമായ വേദന ബാക്ക് ഓഫ് തൈസിലൂടെ വരുന്നുണ്ടെങ്കിൽ അത് സയാറ്റിക്കയാണ്. പിന്നെ അല്ലാതെ ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടെസ്റ്റാണ്. അല്ലാതെ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ നിങ്ങൾ നേരെ കട്ടിലിൽ മലർന്ന് കിടന്ന ശേഷം മുട്ട് മടക്കാതെ നമ്മുടെ കാല് ഉയർത്തുക. മറ്റൊരാൾ ഉയർത്തുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഉയർത്തി കഴിയുമ്പം ഒരു 40 ഡിഗ്രിയൊക്കെ പൊങ്ങിക്കഴിയുമ്പോൾ അസഹനീയമായ വേദന ബാക്ക് ഓഫ് തൈസ്, അതായത് നമ്മുടെ തുടയുടെ അടിയിലൂടെ വേദന, നട്ടലിൻ്റെ അവിടുന്ന് തുടങ്ങി അതായത് തുടയിൽ അടിയിലൂടെ വേദന നല്ലപോലെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സയാറ്റിക്ക ആണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ കണ്ടീഷൻസ് സയാറ്റിക്ക ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് പാറ്റേണും അതുപോലെ ഇതിനുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മളൊരു നട കയറുകയോ വല്ലതും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ വരും. പെട്ടെന്ന് നമ്മൾ സ്റ്റക്കായി പോകുന്നൊരവസ്ഥ വരും. പിന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ അസഹനീയമായ വേദന ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഈ വേദന ഉണ്ടാകുമ്പോൾ അസഹനീയമായ വേദന ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ആക്ടിവിറ്റിയും നമുക്കൊരു ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഈ ഒരു വേദനയിൽ നിന്നൊരു വിമോചനത്തിന് വേണ്ടി ഒരു ഈസി പൊസിഷൻസ് ഒരു 2-3 ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അല്ലാണ്ടുള്ള എക്സസൈസും നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ സയാറ്റിക്ക എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മൾ പെട്ടെന്നൊരു മിന്നൽ പോലൊരു പിടുത്തം വരിക, അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ നമുക്കൊരു മിന്നൽ പോലെ പിടുത്തം വരിക, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥ വരും.
പിന്നെ അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അതിഭയങ്കരമായിട്ട് വേദന നമുക്ക് ബാക്ക് ഓഫ് തൈസിലേക്കൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ നമുക്ക് പെട്ടെന്നൊരു അടുത്ത മൂവ്മെൻറ്റിലേക്ക് പറ്റുന്നില്ല എന്നൊരവസ്ഥ വരുമ്പോഴത്തേന് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് അല്ല ഇത്, കുറേ ഈസി പൊസിഷൻസാണിത്. അപ്പോൾ ആ ഒരു മിന്നൽ പോലെയുള്ള പിടുത്തം അല്ലെങ്കിൽ ഒരു കൊളുത്തിപ്പിടുത്തം പെട്ടെന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറേ പൊസിഷൻസാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കമന്ന് കിടന്ന ശേഷം കൈ രണ്ടും ഇങ്ങനെ കുത്തുക. ദെൻ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊങ്ങി നിൽക്കുക. ഒരു 15 സെക്കൻഡ്സോ അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ്സോ നിങ്ങളിങ്ങനെ ഒന്ന് പൊങ്ങി നിൽക്കുക. അതിനുശേഷം നിങ്ങൾ പതുക്കെ ഒന്ന് താഴുക. അപ്പോൾ എന്ത് പറ്റും, ഇവിടെ നമുക്കൊരു ഒരു റിലീസ് കിട്ടും. ഓക്കെ, ദെൻ ഇത് സാധിക്കുന്നില്ല, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ കൈമുട്ട് മടക്കി ഇനി പൊങ്ങി കൈയുടെ അതായത് കണ്ട മുട്ട് മടക്കി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മുട്ട് മടക്കി വെച്ചിട്ട് ഇത് ഇങ്ങനെ പൊസിഷനിൽ ഒരു 15 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, പതുക്കെ താഴുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പില്ലോ നമ്മൾ പ്ലേസ് ചെയ്യുക. പില്ലോ പ്ലേസ് ചെയ്യുന്നത് ഈ പോർഷനിൽ പില്ലോ പ്ലേസ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കിടക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു വേദനയ്ക്കൊരു ശമനം കിട്ടും. ഇതൊരു എക്സസൈസ് പാറ്റേൺ അല്ല, നമുക്കൊരു പെട്ടെന്നുണ്ടാകുന്ന നമ്മൾ സ്റ്റക്കായി പോകുമ്പോഴത്തേനും നമുക്കതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറേ ഈസി പൊസിഷൻസാണ്. ഇനിയാണ് നമ്മൾ എക്സസൈസിലേക്ക് പോകുന്നത്. എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എന്നുള്ള കാര്യം ഞാൻ കാണിക്കാം. പിന്നെ ഇനിയും നമ്മൾ കാണിക്കാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്ന ഒരു പെയിന് നമ്മൾ എങ്ങനെ റിലീസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി നമുക്കൊരു സിമ്പിളായിട്ടുള്ള കുറേ എക്സസൈസാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാവുന്ന എക്സസൈസാണ്. ഇതിന് ഒരുപാട് എക്സസൈസുകളുണ്ട്. അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ പറയുന്നില്ല. നമ്മളിപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നടുവേദന കുറേ നമ്മളിനിയും പാർട്ടായിട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പം സൈഡിലേക്ക് കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ നിൽക്കുക. ഭിത്തിയുടെ സൈഡിലായിരിക്കണം നിൽക്കേണ്ടത്, നിന്നുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. ഷോൾഡർ ലെവലിൽ തന്നെ കാല് വെക്കുക, അതായത് ഒരുപാട് വൈഡാക്കി വെക്കാതിരിക്കുക, ഷോൾഡർ ലെവലിൽ തന്നെ വെക്കുക. നമ്മുടെ ഈ കൈ ഇപ്പം 90 ഡിഗ്രിയിൽ ഇങ്ങനെ വെക്കുക, മനസ്സിലാവുന്നുണ്ടോ? 90 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് ഭിത്തിയിലേക്ക് നമ്മൾ നേരെ പ്രസ് ചെയ്യുക. അതായത് നമ്മുടെ ഏത് ഭാഗം കൊണ്ട് നമ്മുടെ അരക്കെട്ട് കൊണ്ട് നേരെ നമ്മൾ അങ്ങോട്ട് അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിടികിട്ടിയെന്നുള്ളൂ. കാല് മാറ്റാൻ പാടില്ല. കാല് ഏത് പൊസിഷനിലാണോ ആ പൊസിഷൻ തന്നെ കാലിരിക്കുക. നമ്മൾ നേരെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിലേക്ക് നമ്മൾ പതുക്കെ അങ്ങോട്ട് ഹിപ്പ് ടുവേഡ്സ് ഭിത്തി നമ്മൾ ഹിപ്പ് കൊണ്ടുപോവുക. കൈ ഈ പൊസിഷൻ തന്നെ ഇരിക്കുകയും വേണം. ഇത് നമുക്ക് ഇത് തിരിച്ചും ചെയ്യാൻ പറ്റും. അതായത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ വലത് കാലിലാണ് വേദനയെങ്കിൽ നമ്മൾ ഇടത് സൈഡിൽ ഇടത് സൈഡ് ഇങ്ങനെ ഭിത്തിയോട് ചാരിക്കണം. ദെൻ നമ്മൾ ഇവിടെയാണ് വേദനയെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇപ്പോൾ വലത് ഭാഗത്ത് വേദനയെങ്കിൽ നമ്മൾ ഇടത് സൈഡിൽ ഭിത്തിയിലായിരിക്കണം. ഇടത് ഭാഗത്ത് വേദനയാണെങ്കിൽ വലത് സൈഡിൽ ഭിത്തി ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ മാറിയാണ് ചെയ്യേണ്ടത്. അത് അത്രയും മാത്രം ഇതിനകത്ത് ഓർത്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തത് ഇനിയും നമ്മുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നോക്കണ്ട, അല്ലാത്തൊരു എക്സസൈസാണ് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം നമ്മൾ ഭിത്തിയിലേക്ക് ടുവേഡ്സ് ഭിത്തി നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കുക. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈ രണ്ടും നമ്മൾ ഭിത്തിയിലേക്ക് ഈ രീതിയിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സകലം മാറി നിൽക്കുക. ദെൻ എൻ്റെ ഹിപ്പ് കൊണ്ട് ഭിത്തിയിലേക്ക് മാക്സിമം ഇങ്ങനെ. ഇതിന് 2 എക്സസൈസും നമ്മൾ ചെയ്യേണ്ട കാര്യം 15 സെക്കൻഡ്സ് ഹോൾഡ് വരുന്നുണ്ട്. 1 2 3 അങ്ങനെ 15 വരെ നമ്മൾ കൗണ്ട് ചെയ്യുക, നമ്മൾ റിലീസ് ചെയ്യുക. ഓക്കെ, ദെൻ 15 വരെ നമ്മൾ കൗണ്ട് ചെയ്യുക, അതൊക്കെ റിലീസ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നമുക്കൊരു പിടുത്തം ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെ നിൽക്കുക. ഇതായിരിക്കണം പൊസിഷൻ. ഒരു 1 up to 15 അങ്ങനെ ഒരു 5 സെറ്റ്സ് ആദ്യം ചെയ്യുക. പിന്നെ നമുക്ക് കൂട്ടി അത് 10 സെറ്റ്സ് ഒക്കെ ആക്കാൻ സാധിക്കും. ഓക്കെ, അടുത്തൊരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല. നിങ്ങൾ ഭിത്തി ഇവിടെയാണെന്ന് വിചാരിക്കും. ഇങ്ങനെ തന്നെ ഭിത്തിയുടെ ഇവിടെ തന്നെ നിൽക്കുക. 2 കൈയും നമ്മൾ അരയുടെ ഈ ഭാഗത്ത് വെച്ച ശേഷം നമ്മൾ കാല് അതേ പൊസിഷൻ തന്നെ ആയിരിക്കണം. കണ്ടോ ഇങ്ങനെ. ഇതൊരു 15 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, പതുക്കെ റിലീസ് ചെയ്യുക. 15 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, പതുക്കെ റിലീസ് ചെയ്യുക. ഓക്കെ, ഇതൊരു 5 സെറ്റ് നിങ്ങൾ ചെയ്യുക. അപ്പം ഈ 3 എക്സസൈസും സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്. മനസ്സിലാവുന്നില്ലേ? അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരെണ്ണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നിട്ട് ചെയ്യുന്നത്, പിന്നെ സെയിം ഇങ്ങനെ നിന്നിട്ട് തന്നെ ചെയ്യുന്ന ഈ എക്സസൈസുകളെല്ലാം തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ച എക്സസൈസ് എല്ലാം തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നടുവേദന എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടും നടുവേദന വരാം.
ആദ്യം നമ്മളിത് റൂൾ ഔട്ട് ചെയ്ത ശേഷം മാത്രമേ എന്ത് കാരണം കൊണ്ടാണ് ഈ നടുവേദന വന്നത്, ഇത് സയാറ്റിക്ക തന്നെയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടീഷൻ കൊണ്ടുവരുന്ന വേദനയാണോ അല്ലെങ്കിൽ റെഫേർഡ് പെയിൻ ആണോ, അതായത് വേറെ എന്തെങ്കിലും പതോളജി ഉണ്ടായിട്ട് അതുകൊണ്ട് വരുന്ന വേദനയാണോ, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ റൂൾ ഔട്ട് ചെയ്ത ശേഷം നിങ്ങൾ എന്താണ് എക്സസൈസ്. ഇപ്പോൾ സയാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, കറക്റ്റ് എങ്ങനെയാണ് പെയിൻ പോകുന്നത്, അത് ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടെസ്റ്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചെയ്തിട്ട് പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് സയാറ്റിക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ എക്സസൈസ് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഉദ്ദേശിക്കുന്നത് അതാണ്. കാര്യം ചെറിയ ചെറിയ എക്സസൈസുകൾ കൊണ്ട് നമ്മുടെ കണ്ടീഷൻസ് നമുക്ക് വീട്ടിൽ തന്നെ പിടിച്ചു നിർത്താൻ പറ്റും, അല്ലെങ്കിൽ അത് മുമ്പോട്ട് പോകാതെ ആ കണ്ടീഷൻസ് അവിടെ തന്നെ നമുക്ക് ശമനം കിട്ടുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുന്നു. നമസ്കാരം.